പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹ്യൂമാനിറ്റീസിന്റെ അല്ലെങ്കിൽ +2 സയൻസിൽ വരുന്ന ഹോം സയൻസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 14ാമത്തെ ചാപ്റ്റർ എനർജി കൺസർവേഷൻ എന്ന് പറയുന്ന ഊർജ്ജ സംരക്ഷണം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിന്റെ ആൻസർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%ത്തിൽപ്പെട്ട പാഠഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകൾ മാറ്റമുണ്ട്. പുതിയ സിസ്റ്റം അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ആ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. 2 മാർക്കും 3 മാർക്കും 4ഉം 5ഉം മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് ട്രൂ ഓർ ഫാൾസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫസ്റ്റ്, ഇലക്ട്രിസിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞത് വെള്ളത്തിന്റെ സഹായത്തോടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് ട്രൂ ആണോ ഫാൾസ് ആണോ? ഇലക്ട്രിസിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് പോണ്ട് വാട്ടർ. വെറും വാട്ടർ അല്ല, പോണ്ട് വാട്ടർ എന്ന് അവിടെ എടുത്തു പറയുന്നത്. പോണ്ട് വാട്ടറിൽ കൊണ്ടാണ് ഉൾപ്പെടുന്നത്. അല്ല, തെറ്റാണ്. വിൻഡ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ചേഞ്ച് ദി എയർ പ്രഷർ. വിൻഡ് എന്ന് പറയുന്നത് എയർ പ്രഷറിന് കാരണമാകുന്നുണ്ടെന്നുണ്ട്. അതും തെറ്റാണ്. മൂന്നാമത്, ജിയോ തെർമൽ എനർജി വാസ് ഇനീഷ്യലി സോളാർ എനർജിയാണ്. ജിയോ തെർമൽ എനർജിയാണ് തുടക്കത്തിൽ സോളാർ എനർജിയും മാറും. അതായത് അത് ശരിയാണ്. 4, വുഡ്, കോള്, ഓയിൽ ആർ നാച്ചുറൽ ഫ്യൂൽ. ഇതൊക്കെ പ്രകൃതിയായിട്ടുള്ള ഇന്ധനമാണ്. മരത്തടി, കൽക്കരിയും ഓയിലും, അത് ശരിയാണ്. 5, ഇലക്ട്രിസിറ്റി ക്യാൻ ബി ഓൺലി പ്രൊഡ്യൂസ്ഡ് ഫ്രം വാട്ടർ, സ്റ്റീം, കോൾ. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ക്യാൻ ഓൺലി പ്രൊഡ്യൂസ്ഡ് ഫ്രം വാട്ടറിൽ നിന്ന്, സ്റ്റീമിൽ നിന്ന്, കോളിൽ നിന്ന്, ഓയിൽ. അതിൽ ചിലതൊക്കെ ശരിയാണ്. അപ്പൊ അത് മുഴുവനായിട്ട് ശരിയല്ലാത്തതുകൊണ്ട് തെറ്റാണ്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഡാഷ് ആർ മോർ എനർജി എഫിഷ്യന്റ് ദാൻ ബൾബാണ്. ട്യൂബ് ലൈറ്റ് ആണ് മോർ, ബൾബിനെക്കാട്ടും കൂടുതൽ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ളത് ട്യൂബ് ലൈറ്റ് ആണ്. ഡേ സ്റ്റോക്ക് കൺസ്യൂം 1/3 എനർജി ആസ് കമ്പയർഡ് ടു ട്രഡീഷണൽ ചോയ്സ് ആണ്. ഇലക്ട്രോണിക് ചോക്കാണ് കൺസ്യൂം ചെയ്യുന്നത് 1/3 ഭാഗം എനർജി ട്രഡീഷണൽ ചോക്കിനെ അപേക്ഷിച്ച്. 3, ഡേഷ് കളേർഡ് വാൾ ഹെൽപ്പ് റെഡ്യൂസ് ലൈറ്റ് റിക്വയർമെന്റ് ആണ്. ഒരു റൂമിൽ ലൈറ്റ് റിക്വയർമെന്റ് കുറക്കുന്നത് ഏത് കളർ വാളാണ്? അതിനനുസരിച്ച് ലൈറ്റ് കളർ വാളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂമില് റിക്വയർമെന്റ് കുറക്കുന്നത്. 4, മോർ പവർ ഈസ് കൺസ്യൂംഡ് ബൈ ഡാഷ് റെഫ്രിജറേറ്റർ. കൂടുതൽ പവർ കൺസ്യൂമർ ചെയ്യുന്നത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള റെഫ്രിജറേറ്റർ ആണ്. 5, എനർജി സേവിംഗ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ യൂസിംഗ് പ്രൊഡക്റ്റ് ബിയർ ദി ഡാഷ് മാർക്ക്, ISI മാർക്ക്. എനർജി സേവിംഗ് ഗ്യാരണ്ടി ഏത് മാർക്ക് പ്രകാരമാണ് പ്രൊഡക്റ്റിന് എനർജി സേവിംഗ് നൽകുന്നത്? ISI മാർക്കാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഞാൻ എന്തൊരു സംശയം ചോദിക്കാൻ വരുന്ന വീഡിയോയിൽ NSന്റെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ, അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും മലയാളികളുടെ ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് എക്സാം എഴുതുന്ന അറേഞ്ച്മെന്റുകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനായി പരീക്ഷ എഴുതാൻ പറ്റുന്ന പോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ SSLC +2 അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. അത് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.